സോ ഈ ഒരു സിനിമ വർക്കൗട്ട് ആവാത്തതിൻ്റെ മേജർ റീസൺ പറയുന്നതിൻ്റെ കൂടെ കുറേ സ്പോയിലേഴ്സ് കാണും. കാണാത്തവർ ഈ ആ ഒരു സിനിമ കണ്ടിട്ട് മാത്രം ഈ ഒരു വീഡിയോ വിസിറ്റ് ചെയ്യുക. സോ ഒരു മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത് വിഷ്ണു മഞ്ജുവിൻ്റെ ക്യാരക്ടറിൽ നിന്നാണ്. തിന്നൻ എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്. സോ ഒരു നിരീശ്വരവാദിയായിട്ടുള്ള ഈ ഒരു നായകൻ എങ്ങനെയാണ് ലോർഡ് ശിവയുടെ ഹൈ ഡിവോട്ടി ആയിട്ടുള്ള കണ്ണപ്പയായി മാറുന്നത് എന്നുള്ളതാണ് ഈ സിനിമ പറയുന്ന സ്റ്റോറി. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. കാളഹസ്തി ക്ഷേത്രവും അതിൻ്റെ ചരിത്രത്തിലുള്ള കണ്ണപ്പയും വലിയൊരു പേര് കേട്ട കഥയാണ്. കഥയല്ല, അതൊരു ഹിസ്റ്ററിയുടെ ഭാഗമാണ്. സോ ഇങ്ങനെയുള്ള കഥ പ്രോമിസിങ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇതിൽ ആക്ഷൻ, ഫോഴ്സ്ഡ് ഇമോഷൻസ്, റൊമാൻസ്, അങ്ങനെ പല പല സംഭവങ്ങൾ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്രിഞ്ച് ഫെസ്റ്റ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു പടമായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഒരു കണ്ണപ്പയുടെ മേജർ പ്രോബ്ലം. വിഷ്ണു മഞ്ജു തന്നെയാണ് ഈ ഒരു സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത്. മുകേഷ് കുമാർ സിംഗ് ആണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇവർ രണ്ടുപേരും ഒന്നിക്കുമ്പോൾ ഉണ്ടാവുന്നത് വളരെ നമ്മൾ കണ്ടുമടുത്ത പല സിനിമകളുടെയും ആവർത്തനം എന്ന പോലെയുള്ള വർഷങ്ങളായിട്ട് കേട്ടുമടുത്ത കഥയിലേക്കാണ് ഇവർ ആ ഒരു കൊമേഴ്ഷ്യൽ ആംഗിൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയുടെ വേറൊരു പ്രശ്നം ഇതിലെ റൊമാൻസാണ്. കാരണം ഒത്തിരി സോങ്സും ഇവർ നമ്മൾ നായകനായിട്ടുള്ള ഒത്തിരി സോങ്സും റൊമാൻസും ഒക്കെ ഈ ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് എവിടെയൊക്കെയോ ഈ ബാഹുബലി ഓർമ്മ വരുന്നു എന്നുള്ളതാണ്. അതായത് ഈ ബാഹുബലിയിലെ തമന്നയുടെയും ആ ഒരു പ്രഭാസിൻ്റെ റൊമാൻസ് പലയിടങ്ങളിലും ഓർമ്മ വരുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നമാണ്. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സിനിമയുടെ ഡബ്ബിങ് അതൊരു വലിയ പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമയുടെ ഡബ്ബിങ്ങിൽ വരുന്ന പേര്, അതായത് വളരെ വൈറ്റൽ ആയിട്ടുള്ള സീക്വൻസ്, ഒരു 5 ഗ്രാമത്തേക്ക് ഒന്നിപ്പിക്കുന്ന സീക്വൻസ് ഉണ്ട്. അതിൽ വരുന്ന ഡയലോഗ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ ഓഡിയൻസിന് ചിരിയാണ് വരുന്നത്. സോ അങ്ങനെ ഫുള്ള് മെയിൻ സീക്വൻസസിൽ തന്നെ കോമഡി ലെവൽ ഡയലോഗ്സ് ആണ് ഈ ഒരു മൂവി ഓഫർ ചെയ്യുന്നത്. അതാണ് ഈ ഒരു മൂവിയെ വലിയൊരു ഡൗൺ ഫേസിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള വേറൊരു മേജർ റീസൺ. പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മൂവി ഫോക്കസ് ചെയ്യുന്ന ആ ഒരു സ്റ്റോറിയേക്കാളും കൂടുതൽ ആ ഒരു കോൺഫ്ലിക്റ്റ് ഇവർ രജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഒരു വളരെ ക്രിഞ്ചായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റാണ്. അതായത് ഈ ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും നായകൻ ഒരാളെ കൊല്ലുന്നു. സോ അങ്ങനെ ആ ഒരാളെ കൊന്നു കഴിയുമ്പോൾ ഇദ്ദേഹം പറയും, ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ വരും, ചേട്ടൻ വന്നാൽ നിൻ്റെ നാട് തന്നെ നശിപ്പിച്ചു കളയും, ഗ്രാമം തന്നെ നശിപ്പിച്ചു കളയും എന്നൊക്കെ ഡയലോഗ് പറയും. ഈ ഒരു ഡയലോഗൊക്കെ നമ്മൾ ഒത്തിരി സിനിമയ്ക്കകത്ത് കണ്ടാണ്. നമ്മൾ അടുത്ത സീൻ എന്താണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അത് തന്നെയാണ് അടുത്തത് വരുന്നതും എന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇമോഷണൽ സീൻസ് ആണെങ്കിലും ബാക്കിയുള്ള മിക്ക സീക്വൻസസിലും ഓഡിയൻസിന് ഒരു കണക്ഷനും ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഈ ഒരു സിനിമയുടെ മേജറായിട്ടുള്ള പ്രശ്നമാണ്. ഈ മൂവിയുടെ ആക്ഷൻ സീക്വൻസസ് ആണെങ്കിലും ഒന്നും ഇംപ്രസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് മ്യൂസിക് കുറേ BGM ഉണ്ടെങ്കിൽ പോലും ഒന്നും വർക്കൗട്ട് ആവാത്ത രീതിയിലുള്ള ഒരു BGM ആണ് ഈ ഒരു സിനിമ ഓഫർ ചെയ്തേക്കുന്നത്. സോ അങ്ങനെയുള്ള ഒരു കുറേ രീതിയിലുള്ള ഒരു സംഭവങ്ങളാണ് ഈ ഒരു സിനിമ ഒരു മേജർ ഡിസപ്പോയിൻമെൻ്റ് ആവാൻ കാരണം. പക്ഷേ ഇതിലൊന്നും നിർത്താതെ ഇതിൻ്റെ വേറൊരു മേജർ നെഗറ്റീവ് ഉള്ളത് സെക്കൻഡ് ഹാഫിൽ ഈ ഒരു കോൺഫ്ലിക്റ്റും കഴിഞ്ഞതിൻ്റെ സംഭവം എല്ലാം കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ മെയിൻ പ്ലോട്ടായിട്ടുള്ള ഒരു നിരീശ്വരവാദി, ആ ഒരു ലോർഡ് ശിവയുടെ ഡിവോട്ടി ആവുന്ന ആ ഒരു കോർ പ്ലോട്ട്, അത് പിന്നെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ ആ ഒരു ഫോക്കസിൽ വരുന്ന സംഭവമാണ് എടുക്കുന്ന ടൈമാണ് ഈ ഒരു സിനിമയെ കൂടുതലും വലിയൊരു ഡിസപ്പോയിൻമെൻറ്റിലോട്ടാക്കുന്നത്. കാരണം ക്ലൈമാക്സ് വരുന്നില്ലല്ലോ, സിനിമ തീരുന്നില്ലല്ലോ, ഈ ഒരു കുറേ പാട്ടൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു മൈൻഡിലോട്ടാണ് ഈ ഒരു ഓഡിയൻസിനെ കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഈ ഒരു മൂവിയുടെ മെയിൻ പ്രശ്നം. കാരണം ആ ഒരു ക്ലൈമാക്സ് ഒക്കെ വളരെ വീക്കുമാണ്. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ക്ലൈമാക്സ് ഒരു കോമഡി ഫീലാണ് ഓഡിയൻസിന് കൊടുക്കുന്നത്. സ്റ്റേജ് ചെയ്തിരിക്കുന്നതിൽ തന്നെ കുറേ പ്രശ്നമാണ്. കാരണം മെലോ ഡ്രാമാറ്റിക് ആയിട്ട് വളരെയധികം ടൈം എടുത്താണ് ആ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിയൻസിൻ്റെ ആ ഒരു ക്ഷമ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഈ ഒരു മൂവി പ്രത്യേകിച്ച് ആ ഒരു സമയത്ത് മുന്നോട്ട് വെക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഒരു ക്രിഞ്ച് ഫെസ്റ്റ് ആണെന്ന രീതിയിൽ കണ്ടാൽ മാത്രം മേ ബി എൻജോയ് ചെയ്യാൻ പറ്റും. എന്നാലും നമ്മുടെ സമയം ഒത്തിരി പോകും. കാരണം 3 മണിക്കൂർ ആ ഒരു നമ്മൾ ക്ലൈമാക്സ് എത്തുന്നില്ലല്ലോ എന്നുള്ള ടെൻഷനിൽ ആ ഒരു തിയേറ്ററിൽ ഇരിക്കേണ്ടി വരും. സോ അതാണ് ഈ ഒരു സിനിമയുടെ മേജർ പ്രശ്നം. എഡിറ്റിംഗ് ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും ഒന്നിനും തന്നെ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരു മൂവിയാണ് ഈ ഒരു കണ്ണപ്പ എന്ന് പറയുന്നത്. ഇതൊരു കോമഡി പടം എന്ന രീതിയിൽ ആ ഒരു സെൻസിൽ ഇരുന്ന് കണ്ടാൽ മാത്രം മേ ബി നമുക്ക് വർക്കൗട്ട് ആവുമായിരിക്കും. അതല്ലാതെ നോക്കുകയാണെങ്കിൽ സിനിമയിൽ വന്ന പ്രോമിസിംഗ് ആയിട്ടുള്ള കോർ പ്ലോട്ട് ഉണ്ടായിട്ടും അതിൽ ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഇമോഷൻസും ആക്ഷൻസും ഡബ്ബിങ്ങും സംഭവങ്ങളും ഒക്കെ കാരണം തന്നെ ഈ ഒരു മൂവി വർക്കൗട്ട് ആവാതെ പോകുന്നത്. സോ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഇതിപ്പോൾ തിയേറ്ററുകളിൽ റിലീസായിട്ടുള്ള ഒരു തെലുങ്ക് മൂവിയാണ്.